ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇതാണ് കളിക്കാൻ പോകുന്നത്. ഇത് പവറാണ് ഗായ്സ്. പണം പോട്ടെ, പവർ തരട്ടെ, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഒപ്പൊന്നും ചെയ്യത്തില്ല. അതിന്ന് എനിക്ക് പൈസയൊന്നും ഇല്ല. പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കുഴപ്പമില്ല, കളിക്കാം. CS കളിക്കാം. CS ഓട്ട്. തല ബോളൊക്കെ അവിടെ കൊടുക്കണം. Santinho, assassino. Ai, mamãe prone. Tem patos. Pogo. Pogo orangnya uang. Kita ayo mana? ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാമെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കണം. ഫ്രണ്ട് ആക്കണമെങ്കിൽ ഞാൻ ആക്കാം. പക്ഷെ ഒരു പ്രശ്നം മാത്രം, ടോപ്പൊന്നുമില്ല, ഇത്രയും പ്ലെയറൊന്നുമില്ല. ഇല്ലടേ, Days, aduh, Ace bro. കിട്ടുന്നെങ്കിൽ ഇപ്പോഴും പൊട്ടി മുളച്ച് വരട്ടെ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വൈകിട്ടോട് കൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നുണ്ട്. അതായത് മനുഷ്യന്റെ അസ്ഥിയാണ് സ്ഥിരീകരിക്കുന്നത്. ഒപ്പം തന്നെ പുരുഷന്റെ മൃതദേഹത്തിന്റെ ഭാഗമാണ് കണ്ടെത്തിയത് എന്നുള്ള സ്ഥിരീകരണം ഉൾപ്പെടെ ഏറ്റവും സാഹചര്യമുണ്ട്. അത് പക്ഷേ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആരുടേതാണ് ഇതിൽ കണ്ടെത്തിയിരിക്കുന്നത്
അവശിഷ്ടങ്ങൾ എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തതയിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ജിയോ ടാഗ് ഉപയോഗിച്ച് 13 പോയിന്റുകളാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പോയിന്റുകളിലേക്ക് കൂടി പരിശോധന നീളുമെന്ന കാര്യത്തിൽ അർത്ഥവുമില്ല. ഈ ഒരു ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയിലാണ് SIT സംഘം ഉള്ളത്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായ മൊഴിയാണ് ശുദ്ധീകരണ തൊഴിലാളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതും SIT രൂപീകരിക്കപ്പെടുന്നത് പോലും സംഭവിക്കുന്നുണ്ട്. അതിന് പിന്നാലെ തന്നെ ആദ്യത്തെ 4 പോയിന്റുകൾ പരിശോധിച്ചപ്പോൾ കാര്യമായി ഒന്നിനെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ നൽകിയ മൊഴിയെ പൂർണ്ണമായി വിശ്വസിക്കുകയും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ എന്താണ് ശുചീകരണ തൊഴിലാളി ആവശ്യപ്പെടുന്നത് ആ നിലയ്ക്ക് മണ്ണുമാന്തി കടക്കുകയും ചെയ്തപ്പോഴാണ് നിർണായകമായ ചില കണ്ടെത്തലുകളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഇപ്പോൾ പല വിധത്തിലുള്ള പരാതികൾ പല കോളുകളിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരുമാറി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് ആ പരാതികളൊക്കെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യണം. ഫസ്റ്റ് ഫ്രീ ഫയർ വീഡിയോ ആണ്, അതുകൊണ്ടാണ്. ഏർപ്പാട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന മണിക്കൂറുകൾ ഏറെ നിർണായകമാണ് എന്ന് നിശ്ചയമായി പറയാൻ സാധിക്കും. കാരണം നിലവിൽ 13 പോയിന്റുകൾ ജിയോ ടാഗ് ചെയ്തിരിക്കുന്നു. ഇനി അങ്ങോട്ട് വരുന്ന മേഖലകൾ എന്ന് പറയുന്നത് നേരത്തെ തന്നെ ശുദ്ധീകരണ തൊഴിലാളി പറഞ്ഞിരിക്കുന്ന മറ്റ് പലയിടങ്ങളിലും കൂടുതൽ മൃതദേഹങ്ങൾ ഒന്നിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഒരേ കുഴിയിൽ തന്നെ കുഴിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മേഖലയിലേക്ക് ഉൾപ്പെടെ കടക്കേണ്ടതുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഇടം ഗ്രാമത്തിലേക്ക് നേരത്തെ മജിസ്ട്രേറ്റിനെയും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ അനുമതിയോടുകൂടി മണ്ണ് നീക്കി പരിശോധനയിലേക്ക് കടക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ മേഖലയിൽ ഈ കൃത്യം നടത്തിയിട്ടുള്ള ആളുകൾ ഇപ്പോഴും അവിടെ അധിവസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാളുടെ മൃതദേഹം എങ്ങനെ കുഴിച്ചിടാൻ കഴിഞ്ഞു, അത് മറ്റാരെങ്കിലും തട്ടിരുന്നു തുടങ്ങി അങ്ങനെ പരിശോധനകളിലേക്ക് കാര്യത്തിലും തർക്കമില്ല. ഇപ്പോൾ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ പുറത്തേക്ക് വന്ന വിവരം എന്ന് പറയുന്നത് അത് തുറസായ സ്ഥലത്തായിരുന്നു, വീഡിയോ ചിത്രീകരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ നിലയ്ക്കാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന അവസ്ഥയുണ്ടായത്. എന്നാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് വരുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് വനത്തിനകത്തേക്ക് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളാണ്. അവിടെ എത്ര കണ്ട വിവരങ്ങൾ പുറത്തേക്ക് കിട്ടും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. അനൗദ്യോഗികമായ ചില വിവരങ്ങൾ ആദ്യ പോയിന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ പോലും SIT സംഘം ഇതുവരെ അത് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള സ്ഥിതിവിശേഷമുണ്ട്. അതേസമയം തന്നെ 2012 കൊല്ലപ്പെട്ടിട്ടുള്ള 17-കാരിയുടെ രൂപപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുണ്ട്. ആ ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ നിരവധിയായ മനുഷ്യരെ ചേർത്ത് നിർത്തുന്നുണ്ട്. അതിൽ തന്നെ പല ആളുകളും അവിടെ പല കോണുകളിലായി മൃതദേഹങ്ങൾ കുഴിച്ചിരുന്നത് തങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ അല്ലെങ്കിൽ SIT സംഘത്തോട് ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറായി രംഗത്തേക്ക് വരുന്നു എന്നുള്ള സാഹചര്യവും രൂപപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള പരാതികൾ കൂടി SITയുടെ കടലിലുള്ള ഹെൽത്ത് ടെസ്റ്റിലേക്ക് എത്തുന്നുണ്ട്. അതുകൂടി വിശദമായി പരിശോധിച്ച് ആവശ്യമെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് കമ്പനിക്കുള്ള പരിശോധനയിൽ കടക്കാൻ അന്വേഷകർ ഇതിനോടൊപ്പം തന്നെ തീരുമാനിക്കുകയും ചെയ്തു. എന്തായാലും നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് ധർമ്മസ്ഥലയിലെ സംഭവവികാസങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അത് രാജ്യം ഉറ്റുനോക്കുന്ന വലിയൊരു കൂട്ടക്കൊലപാതകത്തിന്റെ കഥയായി മാറുമോ എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷത്തിൽ നമ്മളെ ഒരു ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. ശരി, ദീപക് മലയിലാണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. അതിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കോട്ടെ, ഓക്സിജൻ ഈസ് ദ ബെസ്റ്റ്. ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. അതെ, വാങ്ങുന്നത് ഓക്സിജൻ നിന്നാണെങ്കിൽ എല്ലാം ഒറിജിനൽ വിശ്വസിക്കും. എല്ലാ ദിവസവും യൂറോപ്പിലേക്ക് സ്വിച്ചസിനോടൊപ്പം ചേട്ടാ അഗർബത്തി വരും. സൈക്കിൾ അഗർബത്തി മുഴുവൻ കത്തുന്ന ക്വാളിറ്റി, സമ്പൂർണ്ണ പ്രാർത്ഥനയുടെ ഗ്യാരണ്ടി. സൈക്കിൾ എന്താ സംശയം? കാലങ്ങളോളം വെട്ടിത്തിളങ്ങുമല്ലോ. ഡയമണ്ട് ടൈറ്റാണ്. കറയും പൂക്കളുമില്ലാതെ കാലങ്ങളോളം നിങ്ങളുടെ മുന്നവും കളഞ്ഞു നിൽക്കട്ടെ. കഴിക്കണത്തിൽ
യുദ്ധം തന്നെയാണ്. ഇത്ര വെച്ച് കുത്തിപ്പിടി എന്താ ചെയ്യാൻ ഇനി കേരളത്തിലെ കായിക പ്രേമികളുടെ നീണ്ടകാലത്തെ സ്വപ്നം മലയാളത്തിന്റെ ആദ്യ സ്പോർട്സ് ചാനൽ ഇത് വെറും കളിയല്ല, മത്സരങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിയുള്ള യാത്രയാണ്. നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, കളി അറിഞ്ഞ് കളി കാണാം. നമ്മൾ കണ്ടത്, നമ്മൾ കളിച്ചത്, നമ്മൾ മറന്നുപോയത്, നമ്മുടെ സ്വന്തം കളികൾ അവയ്ക്ക് കൊണ്ടുവരണം ഇവിടെ സ്പോർട്സ് റിപ്പോർട്ടർ. കളിയോർമ്മകൾ പങ്കിട്ട് നമ്മുടെ പ്രിയ താരങ്ങൾ വിജയവഴികൾ, പോരാട്ട വീര്യത്തിന്റെ അതിജീവനത്തിന്റെ കഥകൾ പറയുന്നില്ല. സ്പോർട്സ് റിപ്പോർട്ടർ. സ്പോർട്സ് റിപ്പോർട്ടർ കളി നേരങ്ങൾ ഇനി കളറാകും. വീണ്ടും വാർത്തകളിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിയും ബീഹാർ വോട്ടർ പട്ടിക വിവാദവും ചർച്ച ചെയ്യണമെന്ന് ഇന്നും പ്രതിപക്ഷം പാർലമെന്റിൽ ആവശ്യപ്പെടും. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിൽ ഇന്നലെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പ്രസ്താവന നടത്തിയെങ്കിലും എങ്ങും തൊടാതെയുള്ള വിശദീകരണമാണ് നൽകിയതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇന്ത്യൻ സമ്പദ്ഘടന അനിശ്ചിതാവസ്ഥയിലാണെന്ന ട്രംപിന്റെ പ്രസ്താവനയിലും സർക്കാർ മറുപടി നൽകിയില്ല. നോബൽ മാനിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ ഈ വിഷയത്തിൽ എന്തായാലും പ്രതിപക്ഷം കടുപ്പിക്കുകയാണ്. സർക്കാർ കൃത്യമായ ഒരു വിശദീകരണമോ മറുപടിയോ ഒന്നും നൽകുന്നില്ലെന്ന ഒരു പരാതി അവർക്കുണ്ട്. കുടിക്കാൻ വല്ലതും ഉണ്ടോ? പാർലമെന്റിൽ വലിയ പ്രതിഷേധം ഈ വിഷയത്തിന്മേൽ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഡൊണാൾഡ് ട്രംപിന്റെ ഈ താരിഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ പീയൂഷ് ഗോയൽ ലോക്സഭയിൽ രാജ്യസഭയിൽ കാര്യങ്ങൾ വിവരിച്ചുവെങ്കിലും അതിൽ പ്രതിപക്ഷം തൃപ്തരല്ല. കാരണം പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്നും പറയാതെ എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ് പീയൂഷ് ഗോയൽ ചെയ്തത് എന്നാണ് പ്രതിപക്ഷം ഇതിൽ ആരോപണം ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, പല കാര്യങ്ങളും ട്രംപിന് മുന്നിൽ മോദി പൂർണ്ണമായും മുട്ടുമടക്കുന്ന സാഹചര്യമുണ്ട്, രാജ്യം മുട്ടുമടക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം പ്രധാന വിഷയമായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സഭയിൽ ഉയർത്തുന്നതാണ്. അത് വീണ്ടും ഉയർത്തുന്ന നടപടി ഈ വിഷയങ്ങൾ പ്രധാനമായും അത്തരത്തിൽ അടിയന്തര പ്രമേയമായി വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേസമയം കന്യാസ്ത്രീമാരുടെ, അതായത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉറപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലും ആ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില കേരളത്തിലെ എംപിമാർ അടിയന്തര പ്രമേയ നോട്ടീസുകൾ അതിൽ നൽകും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. സ്വാഭാവികമായും അടിയന്തര പ്രമേയങ്ങൾ പരിഗണിക്കുന്ന പതിവ് ഭരണപക്ഷം സ്വീകരിക്കുന്നില്ല, പ്രത്യേകിച്ച് സഭാധ്യക്ഷന്മാർ സ്വീകരിക്കുന്നില്ല. ആ പശ്ചാത്തലത്തിൽ ഇന്നും ഇരു സഭകളും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. കാരണം രാവിലെ തന്നെ പാർലമെന്റിൽ പുറത്തും സമാനമായി തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഈ ട്രംപിന്റെ താരിഫ് വിഷയത്തിൽ പേസ് ചെയ്യാമെന്ന് ഉയർത്താൻ തീരുമാനിക്കുകയും ചെയ്തത് സ്വാഭാവികമായും ഇന്നും നടപടികൾ തടസ്സപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇന്ത്യ പാർട്ടി പുറത്തേക്കിട്ടായിരുന്നു.